ഹൈഗാങ്ങും ടീമും ഒരു ഫാമിലി പോലെ എല്ലാവരുടെ മുമ്പിൽ അഭിനയിക്കുവാനായിട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും എങ്ങനെ വേണം ഓരോരുത്തരും വിളിക്കുവാനെന്നെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. സോ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫാമിലി അത് റിയൽ ആയിട്ടുള്ള ഒന്നാണെന്നുള്ള രീതിക്ക് എല്ലാവരും വിശ്വസിക്കണമെന്നാണ് അവനും പറയുന്നത്. അവനും ഒരു കോൺട്രാക്റ്റ് ഒക്കെ അവളെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നു. ഇതിന്റെ അകത്ത് പെനാൽറ്റിയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും താനൊരു പ്രൊഫഷണൽ ആണ് എന്നും പെനാൽറ്റിയുടെ കാര്യം ഒന്നും തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് കളയുവാനായിട്ട് അവനും ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇവര് എവിടെയാണോ അഭിനയിക്കുവാനായിട്ട് പോകുന്നത് അവിടേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിലാണ് ഇതുപോലെ അഭിനയമൊക്കെ നടത്തുന്നതെന്ന കാര്യം അവള് മനസ്സിലാക്കുന്നത്. അവളുടെ ചേച്ചി അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളും അവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. പക്ഷെ അവൾ പറഞ്ഞിട്ടാണല്ലോ പെനാൽറ്റിയുടെ കാര്യമെല്ലാം തന്നെ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നത്. അവനും ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അവളായിട്ട് തന്നെ ചേച്ചിനെ കോൾ ചെയ്ത് നോക്കുന്നു. ചേച്ചിയും അന്ന് ലീവ് ആയിരുന്നു. കുക്കിംഗ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുവാനായിട്ട് പോയതാണ്. അതറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അവളും അവന്റെ ഒപ്പം മാനേജ്മെന്റ് ടീമിനെ കാണുവാനായിട്ടും എത്തുന്നത്. ഹേഗാങ്ങും ഇപ്പോൾ തന്റെ ആപ്ലിക്കേഷൻ ഫോം മാനേജ്മെന്റ് ടീമിന്റെ മാനേജറിനെ തന്നെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഇത് തന്റെ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശരിക്കും ഓൺലൈനായിട്ട് ഒരു അപേക്ഷ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ ഫാമിലിയിലെ എല്ലാവരും കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് മാനേജറും അവനോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒത്തൊരുമയുള്ള ഒരു ഫാമിലിനെയൊക്കെ കണ്ടു കിട്ടുവാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൂട്ടിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് അവനും പറയുന്നു. ജിന്നും ഒരു കംപ്ലൈന്റുമായിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റ് ടീമിനെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളത്. അതായത് സ്ഥിരമായിട്ട് ജിമ്മും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അടയ്ക്കേണ്ട രീതിക്കുള്ള ഒരു തുകയുണ്ട്. അത് ശരിക്കും എല്ലാവരുടെയും കയ്യിൽ നിന്നും പിരിക്കുന്നു. ഈ ജിം തന്നെ പല സൗകര്യങ്ങളും അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അതേ പണമൊക്കെ താനും കൊടുക്കേണ്ട വരുന്നത് കൊണ്ട് തന്നെ ആകെ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. പിന്നീട് ഹെയ്ക്കാങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്ന ജിന്നും ഹെയ്ക്കാങ്ങിനോട് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് അവനും ഇതുപോലെ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോകുന്ന കാര്യം അവൾ അറിയുന്നത്. അവളും ഇതുപോലെ മത്സരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയിരിക്കെ ഇതുവരെയായിട്ടും ഹെയ്ക്കാങ്ങിന്റെ കൂടെയുള്ള പലരെയും അവൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ശരിക്കുമുള്ള ആൾക്കാർ തന്നെയാണോ അതോ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫാമിലി ആണോ എന്ന് അവളും സംശയിക്കുന്നു. എന്ത് തന്നെ ആയാലും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്ന് അവളും പറയുന്നുണ്ട്. പക്ഷേ അവളും ഇതുപോലെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുന്ന കാര്യം മാനേജ്മെന്റിനെ ഒന്നും കൂടി അവൾ ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ് നീ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ആകുവാനായിട്ട് പോകുന്നതെന്ന് ഹാരിയും ഹേഗാങ്ങിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഹേഗാങ്ങും ഇതുപോലെ താൻ അതിലൊന്നും നിൽക്കുകയില്ല, മറിച്ച് ഈ ഒരു ബിൽഡിംഗ് കോംപ്ലക്സിന്റെ തന്നെ പ്രസിഡന്റായി മാറുന്നതായിരിക്കുമെന്ന് അവളോടും പറയുന്നു. മാത്രമല്ല അവളും നമ്മൾ തമ്മിൽ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഞാനും ഇവിടെ കോൺട്രാക്ടിനൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവളും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നു. പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഹാരിയുടെ ശ്രദ്ധയിലും പെടുന്നു. സോ ഹാരി വീട്ടിലെത്തിയതിനു ശേഷം ചേച്ചിക്ക് അതൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ, സോ ഫ്രാൻസിൽ പോയി അത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ ഫ്രാൻസിലേക്ക് പറഞ്ഞയക്കുവാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. അതായത് നിലവിൽ അവള് വർക്ക് ചെയ്യുവാനായിട്ട് പോകുന്നത് ചേച്ചി വർക്ക് ചെയ്യുന്ന അതേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ചേച്ചിയും അവളും കണ്ടുമുട്ടാതിരിക്കുവാനായിട്ടാണ് അവളും ചേച്ചിനെ ഫ്രാൻസിലേക്ക് അയക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും നിലവിലെ ഹെഗാങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പണം വെച്ചിട്ട് ചേച്ചിനെ ഉറപ്പായിട്ടും ഫ്രാൻസിൽ വിടുവാനായിട്ടും അവൾക്ക് സാധിക്കും. നിലവില് ജോലിയൊന്നും രാജിവെക്കാതെ തന്നെ കുറച്ച് ദിവസത്തെ ലീവൊക്കെ എടുത്തിട്ട് ഫ്രാൻസിൽ പോയിട്ട് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ട് വരുവാനായിട്ട് അവളും ചേച്ചിയോട് പറയുന്നു. ചേച്ചിക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുകയാണ്. സൺ ഹേക്കാങ്ങിനെ വിളിച്ചിട്ട് പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഹേക്കാങ്ങും 3 മാസത്തെ അവധിയൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം പാർക്കിനെ തിരിച്ചയക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ പഴയപടി ആക്കി തരുവാനായിട്ടും ഹേക്കാങ്ങും പറയുന്നു. സൺ അറിയാതെ സണ്ണിനെ ഫോളോ ചെയ്യുവാനായിട്ട് സൺ മദ്യപിച്ച ദിവസം നാം ആയിരുന്നു സണ്ണിന്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സൺ സംസാരിക്കുന്ന കാര്യങ്ങളും നാം കേൾക്കുന്നു. ഹേക്കാങ് പണമൊക്കെ ഉണ്ടാക്കുവാനായിട്ടുള്ള തിരക്കിലാണുള്ളത്. അവൻ എന്തായാലും പണം നൽകുമെന്ന് ഒരാളോട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന നാമും ഹേക്കാങ്ങിനെ കോൾ ചെയ്തിട്ട് സൺ സ്വന്തം ഇഷ്ടത്തിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, മറിച്ച് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് അവൻ നമ്മുടെ അടുത്ത് പണമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഹേക്കാങ്ങിനെ അറിയിക്കുന്നു. അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ പ്രസിഡന്റ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതായത് നിലവിൽ അവർക്ക് എത്രത്തോളം ബിൽഡിംഗ് ഉണ്ടോ അത്രത്തോളം ബിൽഡിംഗിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവ്സും അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അതേസമയം അവരെല്ലാവരും പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രസിഡന്റിനും അവരുടെ അടുത്തൊരു താല്പര്യമുണ്ട്. സോ ഇവരെ ആരെയും വീണ്ടും മത്സരിപ്പിക്കുവാനായിട്ട് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവർക്ക് അടുത്ത വർഷത്തേക്ക് കൂടിയുള്ള അവസരം നൽകുകയാണ് പ്രസിഡന്റ് ചെയ്യുന്നത്. അതേസമയം പ്രസിഡന്റിന് താല്പര്യമില്ലാത്ത രണ്ടിടത്ത് ആൾക്കാരുണ്ട്. അവരെ മാത്രം പ്രസിഡന്റ് ഈ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടേ ഇല്ല. സോ ഈ രണ്ടിടത്താണ് ശരിക്കും അടുത്ത ഇലക്ഷൻ നടക്കുവാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ള ഇടത്തെല്ലാം തന്നെ നിലവിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അടുത്ത കൊല്ലത്തേക്കുമായിട്ട് നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുക.
എന്തായാലും ഇവര് സംസാരിക്കുന്ന സമയത്ത് പ്രസിഡന്റും ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നും സോ പ്രസിഡന്റിന്റെ മത്സരത്തിൽ താൻ ഉൾപ്പെടുന്നതായിരിക്കുമെന്നും പറയുന്നു. അതേസമയം അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന റെപ്രസെന്റേറ്റീവ്സ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ആർക്കും പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുവാനായിട്ടുള്ള അത്ര യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ പ്രസിഡന്റ് തന്നെ അടുത്ത പ്രസിഡന്റുമായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ ഇതുപോലത്തെ ആൾക്കാരെ മാത്രമാണ് പ്രസിഡന്റ് എപ്പോഴും കൂടെ കൂട്ടുന്നത്. ഹേക്കാങ് മത്സരിക്കുവാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഷർട്ടും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ അവർ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഹാരി വന്നിട്ട് നിലവിൽ ഹേക്കാങ് മാത്രമല്ല മറിച്ച് 3 പേരാണ് മത്സരിക്കുവാനായിട്ട് പോകുന്നതെന്ന കാര്യം ഹേക്കാങ്ങിനെയും അറിയിക്കുന്നു. നിലവിൽ ആരും തന്നെ ഇതുപോലെ മത്സരിക്കുവാനായിട്ടൊന്നും നിൽക്കുകയില്ല എന്നായിരുന്നു ലിസാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വിശ്വസിച്ചായിരുന്നല്ലോ ഹെക്കാങ് മത്സരിക്കുവാനും നിന്നത്. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഞാനല്ലാതെ ബാക്കി 2 പേരും മത്സരിക്കുവാനായിട്ട് നിൽപ്പുണ്ടേ എന്ന് പറഞ്ഞിട്ട് താനെങ്ങാനും വിജയിച്ചില്ലെങ്കിലോ എന്നൊരു സംശയം അവന്റെ ഉള്ളിലും കിടക്കുന്നു. അതേപോലെ തന്നെ ലീയും ഇതുപോലെ 3 പേര് മത്സരിക്കുന്ന കാര്യമെല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. സോ അവനും ഇപ്പോൾ ഹേക്കാങ്ങിന്റെ ആപ്ലിക്കേഷനൊക്കെ കണ്ടിട്ട് അവനെങ്ങാനും ജയിക്കുമോ എന്നൊക്കെ സംശയിച്ചു നിൽക്കുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രക്ക് പിറക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെടി നശിപ്പിക്കുകയാണ്. അത് കണ്ടിട്ടുണ്ടായിരുന്ന ലീയും താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഈ രീതിക്ക് ആക്കി വെച്ചിരിക്കുന്നത്. സോ ഒരു ട്രക്കായിട്ട് അതൊക്കെ നശിപ്പിക്കുകയാണല്ലോ എന്നോർത്ത് വളരെയധികം ദേഷ്യപ്പെടുന്നു. ഹാരിയും ചേച്ചിക്ക് ഫ്രാൻസിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചേച്ചിക്ക് പോകാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. 2 ആഴ്ചത്തേക്കാണ് ചേച്ചി ഫ്രാൻസിൽ പോകുന്നത്. അവിടെ എങ്ങാനും നല്ലൊരു പയ്യനെ കണ്ടിട്ട് ചേച്ചി അവിടെ തന്നെ താമസിക്കുവാനായിട്ട് റെഡിയാവുകയാണെങ്കിൽ തന്റെ കാര്യവും ഓക്കെ ആകുമെന്ന് ഹാരിയും ഓർക്കുകയാണ്. ഹേക്കാങ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൗണ്ടില് പാട്ടൊക്കെ വെച്ചിട്ട് അവൻ ഇതുപോലെ മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കൂടാതെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഡാൻസും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ബാക്കി അപ്പാർട്ട്മെന്റിലെ ആൾക്കാര് അവരുടെ ജനലും വാതിലൊക്കെ അടച്ചിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ പോലീസ് പോലും വന്നിട്ട് ഇതുപോലെ അവനെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവരും പറയുന്നു. ശരിക്കും ഇതുപോലെ ബാക്കിയുള്ളവരെ ശല്യം ചെയ്യുന്ന രീതിക്ക് അവൻ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു മോശം ഐഡിയ ആയിട്ടായിരുന്നു അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അവരും ഇനി എന്ത് ചെയ്യുമെന്ന് ചർച്ച ചെയ്യുന്നു. ഹാരിയും നമുക്കെതിരായിട്ട് മത്സരിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഞാനൊരു സ്മോക്കിംഗ് ഏരിയ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും സ്മോക്കിംഗ് പാടില്ലാത്ത രീതിക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത്. അങ്ങനെ ഇരിക്കെ സ്മോക്കിംഗ് ഏരിയ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അമ്മമാർ ഇത് സമ്മതിക്കുവാനായിട്ട് പോകുന്നില്ല. സോ ഒരിക്കലും അമ്മമാരുടെ വോട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അയാളും തോറ്റുപോകുന്നതായിരിക്കുമെന്ന് അവളും ഉറപ്പിക്കുന്നു. അടുത്തതായിട്ട് ജിന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അവൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ജിന്നിന്റെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളത് സബ്വേയുടെ എക്സിറ്റ് ഈ ഒരു ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് അവൾ മാറ്റുമെന്ന രീതിക്കായിരുന്നു. പക്ഷെ ശരിക്കും വലിയ വലിയ ആൾക്കാർ നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യമാണിത്. അങ്ങനെ ഇരിക്കെ ജിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുകയില്ല. സോ ജിൻ പറയുന്ന ഈ ഒരു കാര്യം വളരെ നല്ലതാണെങ്കിൽ പോലും അവളെ കൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്കും ആരും വോട്ട് ചെയ്യുവാനായിട്ട് പോകുന്നില്ല എന്നാണ് ഹേകാങ്ങിനോട് ഹാരി പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഹേക്കാങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിലെ നല്ലൊരു ജോലിക്കാരനായിട്ട് നിൽക്കുന്നതായിരിക്കുമെന്നും ഇതിന് വളരെ നല്ലൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഒക്കെ മാറ്റുന്നതായിരിക്കുമെന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നീ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പാലിക്കുവാനായിട്ട് പോകുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അവനും അതിന് പ്രത്യേകിച്ചൊരു മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എഴുതി വെച്ചു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ നിന്നോട് ആരെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്കും നീയും ഉറപ്പായിട്ടും പരാജയപ്പെട്ടു പോകുന്നതായിരിക്കുമെന്നാണ് ഹാരി പറയുന്നത്.